സ്വന്തം മകനെ ആളുകളൊക്കെയും ചേർന്ന് നടു റോട്ടിൽ കുത്തി മലർത്തുക, അതൊക്കെയും തന്നെ ദയനീയമായ രീതിയിൽ വീഡിയോ ചിത്രീകരിക്കുക. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ അവൻ്റെ അവസാനത്തെ രംഗങ്ങളൊക്കെയും തന്നെ കാണേണ്ടി വരുന്ന പിതാവിൻ്റെയും മാതാവിൻ്റെയും അവസ്ഥ. ഒരുപക്ഷെ സുഹാസ് ഷെട്ടി എന്ന ഒരു ബജ്രംഗദൾ നേതാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ എല്ലാവരും തന്നെ അറിഞ്ഞതാണ്. അതിലുമുപരി അദ്ദേഹം ഒരുപാട് കേസുകളിൽ പ്രതിയായിരുന്നു. അതിലാരെങ്കിലും ഒരാളായിരിക്കും ഇതിന് പിന്നിലെന്ന് പല ആളുകളും ഊഹിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതനുസരിച്ച് തന്നെ പോലീസുകാർ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അവസാനം ആ പ്രതികളെ കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതേ മനുഷ്യൻ ആദ്യം കൊലപ്പെടുത്തിയ മുഹമ്മദ് ഫാസിലിന്റെ സഹോദരന്റെ കൊട്ടേഷനും അതേപോലെ തന്നെ ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പകയുമായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായത്. അതായത് സുഹാസ് ഷെട്ടിയെ കൊലപ്പെടുത്തണം എന്ന രീതി ഗുണ്ട ഗ്യാങ്ങിൽപ്പെട്ട പല ആളുകൾക്കും ആഗ്രഹമുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെയാണ് ഇതുപോലൊരാൾ കൊട്ടേഷനുമായി അതേ ഗുണ്ടാ സംഘങ്ങളെ തന്നെ സമീപിക്കുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ 5 ലക്ഷത്തോളം രൂപ നൽകുകയും മാസങ്ങൾ ഒരുപാട് നീണ്ട പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഇതുപോലെ വടിവാൾ കൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയും ആയിരുന്നു ചെയ്തത്. പല ആളുകളും ഇത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഒരു മനുഷ്യന്റെ അവസാനത്തെ ദയനീയ ശബ്ദങ്ങൾ തീർച്ചയായിട്ടും എല്ലാവർക്കും വേദന തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു നമ്മൾ എല്ലാവരും തന്നെ ആ വീഡിയോസ് ഒക്കെ തന്നെ കണ്ടു തീർത്തത്. പക്ഷെ ഇങ്ങനെ ഒരു മരണം ഉണ്ടായതിനു ശേഷം ആ സുഹാസ് ഷെട്ടിയുടെ പിതാവ് തന്നെ പറഞ്ഞ വാക്കുകൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സ്വന്തം മക്കളെ കരുവാക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ എന്ന രീതിയിലും ശരിക്കും അത് തന്നെയാണ് പലയിടത്തും സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഈ സുഹാസ് ഷെട്ടി കാരണം കൊല്ലപ്പെട്ട പല ആളുകളും അദ്ദേഹത്തിന് ഒരു തരത്തിലും വിരോധമില്ലാത്തവരും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്തവരും ആയിരുന്നിരിക്കാം. പക്ഷെ എന്നിട്ട് പോലും അവരെ കൊല്ലാൻ സുഹാസ് ഷെട്ടിക്കുണ്ടായ മോട്ടിവേഷനും ഇതേ രാഷ്ട്രീയം തന്നെയാണ്. 25ഓളം കേസുകളായിരുന്നു ആ മനുഷ്യന്റെ പേരിൽ ഇതുവരെയുമായി ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ എത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടാവും അവസാന സമയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ദയനീയ വീഡിയോസ് കണ്ട നമുക്ക് എല്ലാവർക്കും തന്നെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാനും സാധിക്കും. പക്ഷെ അതിനും അപ്പുറം ഈ മനുഷ്യന്റെ അവസാന ദയനീയാവസ്ഥയും കണ്ട ഈ കുടുംബക്കാരൊക്കെയും തന്നെ ഇനി എത്ര ദിവസത്തോളം നീറേണ്ടി വരും ഇതേ ഓർമ്മകൾ വെച്ച്. ഒരുപക്ഷെ മരണം വരെ ആ മാതാവിനും പിതാവിനും ഒരു തരത്തിലുള്ള സ്വസ്ഥതയും ഇനി ഉണ്ടാവണമെന്നില്ല. ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവരെ കൊലപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ടത് തിരിച്ച് നമുക്ക് മുമ്പിലേക്കും ഇതേ തന്നെ വാൾമുന വന്നു ചേർന്നേക്കാമെന്ന്. സ്വന്തം കൈകൊണ്ട് ഒരുപാട് ആളുകളെ വെട്ടിക്കൊലപ്പെടുത്തിയപ്പോൾ അതിന്റെ വേദന മനസ്സിലാക്കാൻ സാധിക്കാത്തവന് തീർച്ചയായിട്ടും സ്വന്തം അനുഭവത്തിൽ വന്നപ്പോൾ കൃത്യമായ രീതിയിൽ അത് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു മരണം ഉണ്ടായതിന്റെ പേരിൽ പിന്നീട് ആളുകളൊക്കെയും തന്നെ വർഗീയപരമായ ചേരിതിരിവുകളിലൂടെ വീണ്ടും മത്സര രംഗത്തേക്ക് എത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു ആദ്യമൊക്കെയും തന്നെ കാര്യങ്ങൾ പോയിരുന്നത്. അവസാനം ഇദ്ദേഹത്തിന്റെ പ്രതികളെ പിടികൂടിയപ്പോൾ അതൊരു വർഗീയ കൊലപാതകമല്ല, മതത്തിന്റെ പേരിലുള്ള കൊലപാതകമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പല ആളുകളും തണുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് വലിയൊരു വർഗീയ കലാപത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു എന്നത് യാഥാർത്ഥ്യം. ഒരുപക്ഷെ കർണാടക സർക്കാർ തന്നെ ഇതിന് CBIക്ക് നൽകണമെന്ന രീതിയിലുള്ള BJPയുടെ ആവശ്യം തള്ളിക്കളയുകയും ചെയ്തിരുന്നു. കാരണം എല്ലാവർക്കും വ്യക്തമായ രീതിയിൽ അറിയാം, വാളെടുത്തവൻ തീർച്ചയായിട്ടും ഒടുങ്ങുന്നത് വാളാൽ തന്നെയാണ്. നമ്മുടെ മക്കൾ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലാൻ ഉള്ളവരല്ല, അതേപോലെ തന്നെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആളുകൾക്ക് നടു റോട്ടിൽ വെട്ടിക്കൊലപ്പെടുത്താനുള്ളവരല്ല. തീർച്ചയായിട്ടും സ്വന്തം ജീവിതം ഒരുപാട് വിലമതിക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടി പന്താടുന്നതിന് പകരം സ്വന്തം ജീവിതത്തിൽ സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് സ്വന്തം രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ പല ആളുകളും ശ്രമിക്കുക. മറ്റുള്ളവരുടെ പാവയായി മാറിയാൽ അവസാനം ഇത് തന്നെയായിരിക്കും എല്ലാവരുടെയും അവസ്ഥ. നമുക്കിടയിൽ പ്രലോഭനങ്ങൾ പകർന്നു നൽകാൻ ഒരുപാട് ആളുകളുണ്ടായേക്കാം. നമുക്കിടയിൽ വർഗീയത പരത്താൻ ഒരുപാട് ആളുകളുണ്ടായേക്കാം. ഒരുപാട് ആളുകൾ മോട്ടിവേഷൻ നൽകുന്ന രീതിയിൽ നമ്മളെ അതിൽ നിന്നും ബ്രെയിൻ വാഷ് ചെയ്യുകയും അതിനുവേണ്ടി പലതരത്തിലും നിർബന്ധിക്കുകയും ചെയ്തേക്കാം. ഇതൊക്കെ തന്നെ കേൾക്കുമ്പോൾ ഒരാളെ കൊലപ്പെടുത്തിയാൽ എന്താ, ഞാൻ രാജാവിനെ പോലെയല്ലേ പിന്നീട് ജീവിക്കുന്നത് എന്ന രീതിയിൽ നമുക്ക് തോന്നലുകളും ഉണ്ടായേക്കാം. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും തന്നെ ഒരു മറുവശമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സംഭവം നിങ്ങളെയും തേടിയെത്തിയേക്കാം. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി പന്താടുന്നതിന് പകരം സ്വന്തം ജീവിതം സ്വന്തം നിലയ്ക്ക് തന്നെ ജീവിച്ച് തീർക്കുക. ഒരു മതത്തിന്റെയും ഒരു രാഷ്ട്രീയത്തിന്റെയും ഒരു സംഘടനയുടെയും പേരിൽ തമ്മിൽ തല്ലി തീർക്കാനുള്ളതല്ല സ്വന്തം വിലപ്പെട്ട ജീവിതം എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. സ്വന്തം കുട്ടികളെ നേർവഴിയിലൂടെ ആദ്യം തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചില്ല എങ്കിൽ അവർ ചെയ്യുന്നതൊക്കെയും തന്നെ ശരിയാണെന്ന രീതിയിൽ അവർക്ക് സപ്പോർട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്കും ഇതേ ഗതി വന്നേക്കാം.